സമൂസ വിവാദത്തിന് പിന്നാലെ ഹിമാചൽ പ്രദേശിൽ കാട്ടുകോഴിയുടെ പേരിൽ രാഷ്ട്രീയ പോര്. ഷിംലയിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു പങ്കെടുത്ത വിരുന്നിൽ കാട്ടുകോഴിയെ കറിവെച്ച് വിളമ്പിയെന്നാണ് ആരോപണം. വിരുന്നിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മൃഗസംരക്ഷണ സംഘടനകളും ബിജെപിയും മുഖ്യമന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തി. ഒരു കാട്ടുകോഴിയാണ് ഹിമാചലിലെ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണം. കഴിഞ്ഞ ദിവസം ഷിംലയിൽ മുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് സുഖു പങ്കെടുത്ത വിരുന്നിൽ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന കാട്ടുകോഴിയെ കറിവെച്ച് വിളമ്പിയെന്നാണ് ആരോപണം. ഷിംലയിലെ കുഫ്രി മേഖലയിൽ ഒരു പൊതുപരിപാടിക്ക് ശേഷമായിരുന്നു മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത അത്താഴ വിരുന്ന്. വിരുന്നിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ മുഖ്യമന്ത്രിയെ വിമർശിച്ച് മൃഗസംരക്ഷണ സംഘടനയും ബിജെപിയും രംഗത്തെത്തി. जंगली मुर्गा एक प्रोटेक्टेड कैटेगरी में आता है और वीडियो में भी साफ दिख रहा है कि माननीय मुख्यमंत्री जी गवर्नमेंट ऑफिशियल्स और जो उनके साथ मिनिस्टर्स हैं उनको भी वो प्रेरित कर रहे हैं कि वो जंगली मुर्गे को खाएं. മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം. കാട്ടുകോഴി ഒരു സംരക്ഷിത ഇനമായതിനാൽ അതിനെ വേട്ടയാടുന്നതിനും കൊല്ലുന്നതിനും വിലക്കുണ്ട്. ഇത് ശിക്ഷാർഹമാണെന്നിരിക്കെ ഇത്തരമൊരു പ്രവൃത്തി ശരിയല്ലെന്ന് ഹിമാചൽ മുൻ മുഖ്യമന്ത്രി ജയറാം ഠാക്കൂർ പറഞ്ഞു. എന്നാൽ സുഖ്വീന്ദർ സിംഗ് ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. വിരുന്നിൽ നാടൻ കോഴിയിറച്ചി നൽകിയിരുന്നു, എന്നാൽ താൻ കഴിച്ചില്ല, സുഖ്വീന്ദർ പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത ആരോഗ്യമന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും വിഭവം കഴിക്കുന്നതാണ് പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലുള്ളത്. ये बेचारों ने गांव वाले अपने लोकल है देसी मुर्गा किया, मैं हम खाते नहीं तो मेरे को दे रहे थे, तो उसको दिखा दे कि वो देखो जी मुर्गा खा रहे. भाई पहाड़ के जीवन की तो नॉन वेज का भोजन है. സുഖ്വീന്ദർ സുഖുവിനു വേണ്ടി കരുതിവെച്ച സമൂസ സുരക്ഷാ ഉദ്യോഗസ്ഥർ എടുത്തു കഴിച്ച സംഭവം നേരത്തെ ഹിമാചലിൽ വലിയ വിവാദമായിരുന്നു. സംഭവത്തെക്കുറിച്ച് സ്റ്റേറ്റ് CID അന്വേഷണം വരെ നടത്തി. അതിനുശേഷമാണിപ്പോൾ പുതിയ കാട്ടുകോഴി വിവാദം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.